പണ്ടെപ്പോഴോ എഴുതി വെച്ച ഈ ഒരു സംഭവം അത് ഈ മരവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഉള്ള സെറ്റിലാണ്. നാട്ടുമാം ചോട്ടിൽ മാമൂടി പെരുപ്പിച്ച സ്വപ്നങ്ങൾ പൊട്ടിത്തെറിച്ചിരുവഴി പിരിഞ്ഞു പോം പ്രണയ കഥയിലെ കണികകൾ. അച്ഛൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. പുള്ളി ഒരു കർഷക തൊഴിലാളിയായിരുന്നു. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മളൊരു ചിത്രകാരനാകണം, ശില്പിയാകണം എന്നൊക്കെയുള്ള ആ ഒരു ഇതിൽ അച്ഛനെ കൊണ്ടുപോയി സ്കൂൾ ഓഫ് ആർട്സിൽ ആക്കി. പക്ഷേ ആ പഠനത്തിൽ നിന്നൊന്നും എനിക്കൊന്നും കിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴത്തേക്ക് നമ്മൾ സ്വയം നമ്മളുടെ വഴിയും കാര്യങ്ങളും തിരഞ്ഞെടുത്ത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു ഈ ഒരു കടയിൽ ഒരു മരം വളർന്നു നിൽക്കുന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള നീലേശ്വരത്താണ്. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ച നമുക്കൊന്ന് കാണണ്ടേ. നമസ്കാരം ചേട്ടാ, പേരെന്തോ? പേര് പ്രേംലാൽ. വീട് എവിടാ? വീട് ആലപ്പുഴ വണ്ടാനം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മരമാണ് കേട്ടോ ഇത്. ഇത് ഞാൻ ഉണ്ടാക്കിയതാ. ഇതൊക്കെ സിമെന്റ്. സിമെന്റ് ആണോ? അതെ അതെ അതെ, സിമെന്റ്. കള്ളം പറയല്ലേ. ഈ സത്യം ഇത് പൊള്ളാണ്. ഇതിന്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല. വളരെ മരം മുറിക്കാതെ തന്നെ ഈ ഒരു ബിൽഡിംഗ് വെച്ചോലാന്നിരിക്കുന്നത്. എത്ര നാളായി ചേട്ടാ ഇത് ചെയ്തിട്ട്? ഇതിപ്പോ ഒരു 3 വീക്ക് അത്രേ ആയിട്ടുണ്ടാവുള്ളൂ. ഇനി എന്തോ വർക്ക്? ഇതിന്റെ ഒരു ഫിനിഷിങ് അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കുഞ്ഞി ലാൻഡ്സ്കേപ്പ് ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ വരും. ഇനി വർക്കുകൾ നടക്കുന്നേ ഉള്ളല്ലേ? അതെ അതെ അതെ. ഇതിൻ്റെ അകത്തൊക്കെ കുറെ കിളികളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഓർമ്മ വെച്ച നാൾ തൊട്ട് ഈ സാധനം ചിത്രകലയും ശില്പകലയായിട്ട്. അതെ. അപ്പൊ നമ്മുടെ കൊട്ടാരക്കരയിലൊക്കെ എങ്ങനെ വന്ന് പരിചയപ്പെട്ടു? കൊട്ടാരക്കരയിലൊക്കെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ തന്നെ പള്ളിമുക്കിൽ തന്നെ ഒരു ഷോപ്പ് വേറെ ചെയ്തിട്ടുണ്ട്. വീട്ടില് എൻ്റെ മോള്, അമ്മ. എൻ്റെ മോള് നല്ല ഭംഗിയായിട്ട് പടം വരയ്ക്കും. എന്നെക്കാട്ടും നല്ല വൃത്തിയായിട്ട് പടം വരയ്ക്ക് ശില്പം ഉണ്ടാക്കും. 10th പഠിക്കുന്നു. ചിത്രകലയോടാണോ ശില്പകലയോടാണോ ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇതിന്റെ രണ്ടിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സമന്വയിപ്പിച്ച് കൊണ്ടുപോകും അല്ലേ? അതെ, വേർതിരിച്ചെടുക്കാൻ പറ്റത്തില്ല രണ്ടിനെയും കൂടെ ഇല്ലേ. ഇതിങ്ങനെ പിരിഞ്ഞു കിടക്കുന്ന ഒരു സംഭവം നമ്മുടെ ലൈഫിൽ. അപ്പൊ നമുക്ക് അത് ഇവിടെ തന്നെ കാണാം, ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ കാണാം. ഇത് ശില്പകല. ഈ കാണുന്നത് ശില്പകലയാണ്. അതിനോട് ചേർന്ന് തന്നെ അതേപോലെ തന്നെ ചെയ്തിരിക്കുകയാണ് ചിത്രകല. ബേസിക്കലി ശരിക്കും സാറേ, ഞാൻ സ്കൂൾ ഓഫ് ആർട്സിൽ പഠിച്ചൊരു വ്യക്തിയാണ്. ഒരു 3 ഇയർ ആലപ്പുഴ SS സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറയും. അല്ല, സിനിമയിലല്ലോ അഭിനയിക്കുന്നുണ്ടോ? അങ്ങനെ ഇതില്ല. അങ്ങനെയൊന്നുമില്ല. ഇല്ലില്ല. പൊതുവെ എന്തുകൊണ്ടാണ് ചേട്ടാ ഈ ഒരു ചിത്രകാരന്മാരൊക്കെ ഇതേപോലെ മുടിയൊക്കെ വളർത്തി ഇങ്ങനെ നിൽക്കുന്നത്? അതെന്തോ ഇതിനകത്തൊരു എന്തെങ്കിലും ഒരു അനിവാര്യമായ ഘടകമുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. നമ്മള് പൊതുവെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകുക എന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ പെയിന്റുകൾ ഇപ്പൊ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു? ഇത് അക്രലിക് നിയോൺ കളറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നൈറ്റിൽ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറായിരുന്നു. ഇപ്പൊ നൈറ്റിലാണ് ഇതിന്റെ ഒരു നൈറ്റ് ആംബിയൻസ് ആണ് ഇതിന്റെ സെറ്റ്. നിങ്ങളുടെ കയറുമ്പോഴേ കിളി പോകും. മുകളല്ലോ, നമ്മള് വേറെ ലോകത്തായി പോകും അല്ലേ? അതെ അതെ. ഏലിയൻസ് ഒക്കെ വരുമോ? നമ്മളൊരു സ്വപ്ന ലോകത്തേക്ക് പോകും, വളർത്തിക്കൊണ്ട് പോയി ഈ ഒരു രാത്രിയൊക്കെ ആവുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഒരു ഇരുട്ടൊക്കെ ആവുമ്പോഴല്ലേ? അതെ അതെ അതെ. ഇത് വളരെ വിശാലമായ ഒരു ലോകമല്ലേ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി. അതന്നെ ഈ ഒരു ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാം. നമുക്ക് ഈ ഒരു ഇതൊരു ചിത്രമാണെങ്കിൽ പോലും നമ്മൾ ഉള്ളിലേക്ക് സഞ്ചരിച്ച് പോവുകയാണ്. അതെ, മറ്റുള്ളവനെ ഇഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഹലോ, നമ്മുടെ പ്രേംലാൽ ചേട്ടനെ എവിടെ നിന്ന് കിട്ടി? എനിക്ക് കറക്റ്റ് ആലപ്പുഴയാണ് പുള്ളിക്കാരന്റെ സ്ഥലം. നമ്മുടെ ഒരു ഫ്രണ്ട് വഴി കിട്ടിയതാണ്. അസാധ്യ കലാകാരനാണല്ലോ. ഈ കടയില് ഒരു മരം നട്ടു വളർത്തിയിരിക്കുകയാണ്. അതെ അതെ അതെ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടു കഴിഞ്ഞാൽ തോന്നുന്ന ഒരു മരമാണ്. ഒരു മരം നിർത്തിക്കൊണ്ട് നമ്മൾ ബിൽഡിംഗ് പണിഞ്ഞോലെ. അതെ 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 അതെ. എത്ര ദിവസം എടുത്ത് ചേട്ടന്? ഏകദേശം ഇപ്പൊ 1 മാസത്തോളം അടുപ്പിച്ചാറായി. അതെ അതെ. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കലാകാരന്മാർ നമ്മുടെ ഒരുപാടുണ്ട്. പക്ഷെ ഇവരൊന്നും പുറലോകം അറിയുന്നില്ല. അതെ. നൈറ്റ് ആകുമ്പോഴാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഒരു ഫീലിംഗ് കിട്ടുന്നത്.
അപ്പൊ നമ്മള് വേറെ ലോകത്തേക്ക് വേറൊരു ലോകത്തേക്ക് നമ്മള്. ആ. അതെ അതെ. അപ്പൊ നമ്മളെ ഈ ലൈറ്റ് ഒക്കെ ഒന്ന് കഴിയുമ്പോഴത്തേനും ഇവിടെ അതെ അതെ മൊത്തം അതെ. ഒരു ഇതിന്റെ എന്താ പറയുക, പണി സ്റ്റാറുകൾ ഫുള്ള് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ആയിട്ടില്ല. ഒരു 1-2 ദിവസം കൂടെ ഉണ്ട്. ഇതിനകത്ത് ഇനിയും ഒരു കുറച്ചുകൂടെ ഈ സെൻട്രലായിട്ട് ഒരു വർക്ക് ബാക്കി ചെയ്യാനുണ്ട്. അപ്പൊ ഇത് എന്ത് കടയാണ് നമ്മൾ തുടങ്ങുന്നത്? ഇത് നമ്മളൊരു ചെറിയൊരു ജ്യൂസ്, ഫ്രൂട്ട്സ്, ഒരു ചെറിയൊരു ബേക്കറി പോലെ തുടങ്ങാനുള്ള ഒരു പ്ലാനാണ്. ഉടനെ തന്നെ ഉടനെ തന്നെ ഈ മാസം ലാസ്റ്റ് അല്ലെ അടുത്ത മാസം ഫസ്റ്റ് ഇതിന് തന്നെ തുടങ്ങും. എൻ്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. പുള്ളി ഒരു കർഷക തൊഴിലാളിയായിരുന്നു. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മളൊരു ചിത്രകാരനാകണം, ശില്പിയാകണമെന്നൊക്കെയുള്ള ആ ഒരു ഇതിൽ അച്ഛനെ കൊണ്ടുപോയി സ്കൂൾ ഓഫ് ആർട്സിൽ ആക്കി. പക്ഷേ ആ പഠനത്തിൽ നിന്നൊന്നും എനിക്കൊന്നും കിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴത്തേക്ക് നമ്മൾ സ്വയം നമ്മളുടെ വഴിയും കാര്യങ്ങളും തിരഞ്ഞെടുത്ത് ഇങ്ങനെ പോയി. പിന്നെ ഒരു അച്ചടക്കമുള്ള ഒരു ഗുരുനാഥൻ്റെ ആ ഒരു ശിക്ഷണത്തിൽ വളർന്നാണ്. എൻ്റെ ഗുരുനാഥൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് ബാബു ശിവൻ എന്ന് പറയും. അദ്ദേഹം ഇപ്പം നാട്ടിലില്ല. പുള്ളിക്കാരൻ ജർമ്മനിയിലാണ്. അവിടെ പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ വൈഫും അവിടെയാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ചേട്ടൻ്റെ ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ചെയ്താൽ എൻ്റെ 8943281088. എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാം. എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യും. നമുക്ക് എവിടെ ഒരു ചുവര് ആര് തരുന്നോ അവിടെ നമ്മൾ വരച്ചിരിക്കും. ചുവരുണ്ടെങ്കിൽ നമ്മൾ ചിത്രം വരച്ചിരിക്കും. അതാണല്ലോ നമ്മുടെ തൊഴിൽ. ചുവര് തരുന്നതിന് നമ്മൾ ദൈവത്തെ പോലെ കാണുകയും ചെയ്യും. ചുവരില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളില്ലല്ലോ. പാടുപെടും. പാട്ടൊന്നും പറഞ്ഞില്ല. കുഞ്ഞിനാളിലൊക്കെ ഒരിത്തിരി എഴുത്തും അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. കഥകളൊക്കെ എഴുതിയിട്ടുണ്ടോ? ഈ കഥകളൊന്നുമില്ല, കുഞ്ഞി വരികളൊക്കെ, കവിതകളും അങ്ങനെയൊക്കെ. പിന്നെ ഇതെല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ പറ്റത്തില്ല സാറേ. ആ കവിത ചൊല്ലിയേ. ഈ കവിത കവിതയായിട്ട്. ഇത് പ്രേംലാൽ ചേട്ടൻ. ചേട്ടന്റെ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ചുവരുണ്ടെങ്കിൽ ചിത്രം വരച്ചിരിക്കും. എന്തായാലും ഈ ചേട്ടന്റെ ചിത്രമാണ് ഈ ഒരു കടയ്ക്കുള്ളിൽ നമ്മൾ കാണുന്നത്. മനോഹരമായ ചിത്രങ്ങൾ. അതായത് രാത്രി ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ വേറെ ലോകത്താണ്. അപ്പോൾ അതിൽ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഈ ചേട്ടൻ്റെ നമ്പർ ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. ചേട്ടനെ നമ്മൾ കൊട്ടാരക്കൽ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ചേട്ടൻ്റെ ഈ കഴിവ് കണ്ട് ഞാനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ചേട്ടാ ഒരുപാട് സന്തോഷം. വീണ്ടും കാണാം. ഓക്കെ.